ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോളർ കുർത്തിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ കട്ട് ചെയ്യാനായിട്ട് തുണി സാധാരണ പോലെ 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കംപ്ലീറ്റ് മടക്കി വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഇനി നമുക്കിതിലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 43 ഇഞ്ചാണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടേ അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് 1.5 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാനിവിടെ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണയായിട്ട് ഞാൻ 6.5 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കാറ്. കോളർ കുർത്തി ആയതുകൊണ്ട് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് ആം ഹോളിന്റെ ഇറക്കവും ഞാൻ 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 7 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ നേരെ അടിയിലേക്ക് ആം ഹോളിന്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ബോഡിയിൽ നിന്ന് എടുത്ത ചെസ്റ്റിന്റെ മെഷർമെന്റ് 36 ഇഞ്ചാണ്. അപ്പൊ ഈ 36ന്റെ 4/1 കാണുക. അതിന്റെ കൂടെ ഞാനിവിടെ 1/2 ഇഞ്ചാണ് ലൂസ് ഇട്ട് കൊടുക്കുന്നത് പ്ലസ് തയ്യൽ തുമ്പ്. അങ്ങനെയാണ് കേട്ടോ വരിക. അപ്പൊ ഞാൻ 36ന്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടുക. ആ ഒരു 9.5 ഇഞ്ച് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിവിടെ മാർക്ക് ചെയ്തു. അതിന്റെ കൂടെ ഞാൻ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 ഇഞ്ച് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. 1.5 ഇഞ്ച് ആയാലും മതി. അതോ അതിൽ കുറച്ചൊന്നും നിങ്ങളുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് വേസ്റ്റിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 14 ഇഞ്ച് വേസ്റ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് 14 ഇഞ്ച് വന്നിരിക്കണേ. അതുപോലെ തന്നെ സ്ലിറ്റ് ഓപ്പണിന്റെ ലെങ്ത് ഞാൻ 19.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 19.25 ഇവിടെയാണ് വരുന്നത്. 19.75 അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടുത്തെ 2 സൈഡിലെയും വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റിന്റെ അവിടുത്തെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ എനിക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയത് 31 ഇഞ്ചാണ്. ആ ഒരു 31ന്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക പ്ലസ് തയ്യൽ തുമ്പ്. അങ്ങനെയാണ് വരിക. അപ്പൊ 31ന്റെ 4/1 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 8.25 ഇഞ്ചാണ് കിട്ടുക. ആ ഒരു 8.25 ഇഞ്ച് ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ഇവിടെയാണ് 8.25 ഇഞ്ച് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ആ ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹിപ്പിന്റെ അവിടുത്തെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെന്റ് 39 ഇഞ്ചാണ്. അതിൻ്റെ 4/1 പ്ലസ് ഞാനിവിടെ ഹിപ്പിന്റെ അവിടെ ആയതുകൊണ്ട് ഒരു 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. 4 ഇഞ്ചൊക്കെയാണ് സാധാരണയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാറ്. ഞാനിവിടെ കുറച്ച് വണ്ണൊക്കെ ഉള്ളതുകൊണ്ട് 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 3/4 ഇഞ്ച് ലൂസ് പ്ലസ് തയ്യൽ തുമ്പ് അങ്ങനെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. ആ ഒരു 10.5 ഇഞ്ച് ഞാനിവിടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ ആയതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് മാത്രമേ ഇവിടെ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ആ 1 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പോളൊക്കെ അങ്ങ് ഷേപ്പ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് തയ്യൽ തുമ്പുകൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആം ഹോൾ കർവും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടിവശത്തെ വീതി അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ നമ്മൾ 10.5 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് മാർക്ക് ചെയ്തത്.
ആ ഒരു സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു അടിവശത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അടിവശത്തായിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എവിടെയാണ് 10.5 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റും സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ബോഡി പോർഷൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വരച്ചേക്കടെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് തുണി മടക്കിയിടേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തുണീനെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു. ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് മടക്കാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഓപ്പൺ ആണ്. ഇനി ഈ ഒരു തുണീനെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു തുണീനെ 4 ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് 2 പീസായിട്ട് മടക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു പീസ് മടക്കാണ്, അടിയിലത്തെ പീസും മടക്കാണ്. ഈ ഒരു മടക്ക് വശത്താണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് മടക്കാണ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തുണി മടക്കി ഇടുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ സ്ലീവിൻ്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ വശത്തായിട്ട് ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 18.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 18.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് 18.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ഞാൻ അടി വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വരച്ചിരിക്കുന്ന ലൈനിൽ ഞാൻ 8 ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് എവിടെയാണ് 8 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിന്റെ നേരെ ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 3 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇനി ഇതേ ഈ ഒരു പോയിന്റും ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റും കണക്ട് ചെയ്ത് വരച്ചു. ഇനി ഈ ഒരു ലൈനിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് കണ്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ജസ്റ്റ് ഈ ഒരു ലെങ്ത് എത്രയുണ്ടെന്നൊന്ന് അളന്ന് നോക്കുക. ഇനി ഈ ഒരു ടേപ്പിനെ ജസ്റ്റ് ഒന്ന് ഹാഫാക്കി മടക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആ ഒരു കർവ് നമ്മൾ പുറത്തേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ദേ ഇതുപോലെ കേട്ടോ. ആ ഒരു കർവ് പുറത്തേക്ക് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് കർവ് ഉള്ളിലേക്കാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ. ഇപ്പോൾ നമുക്ക് ഇതേ സ്ലീവിൻ്റെ കർവ് ഭംഗിയായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 ഇഞ്ചാണ് നേരെ അടിയിലേക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. ബോഡി പാർട്ടിൽ 2 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. ആ സെയിം 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഞാനൊരു കൈയുടെ കുറച്ച് വണ്ണം വരുന്ന ഭാഗം അവിടുത്തെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് 4.5 ഇഞ്ചിലാണ് വരുന്നത്. ആ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അവിടുത്തെ വണ്ണം 6.5 ഇഞ്ചാണ്. ആ ഒരു 6.5 ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൽബോന്റെ ലെങ്ത് മാർക്ക് ചെയ്യാണ്. 12.5 ഇഞ്ചാണ് എൽബോന്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 12.5 ഇഞ്ച് മാർക്ക് ചെയ്തു.
ഇനി അവിടുത്തെ വണ്ണം ഞാൻ 6 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ആ ഒരു 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അവിടെ 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 1.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ ലെങ്ത്ത് ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ച് 5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. അവിടെ 1 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. ആ 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ തയ്യൽ തുമ്പുകളൊക്കെ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇതുപോലെ സെൻറ്റർ കണ്ടിട്ട് ഒന്ന് നോച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സൈഡിലേക്കുള്ള സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്യാം. അതിനായിട്ട് 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ചേർത്ത് വെച്ചു. 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ടിലെ മാത്രം നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ ചെറുതായിട്ട് ഫ്രണ്ടിലെ സ്ലീവ്സ് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രണ്ടിലെ സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്തു. ഇത് ഫ്രണ്ടിലെ സ്ലീവ് ആണെന്ന് അറിയാനായിട്ട് ഒരു ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാറി സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്ലീവ്സിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോഡി പോർഷനും സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഈ ഒരു മോഡൽ ടോപ്പിൻ്റെ നെക്ക് സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം ഇത്രയേ ഉള്ളൂ. ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ ബോഡി പോർഷൻ്റെ കട്ടിങ് ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം. പക്ഷേ ചിലവർക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ് മാത്രം മതിയാവും. അപ്പോൾ അങ്ങനെയുള്ളവർ അടുത്ത വീഡിയോ മാത്രം കണ്ടാൽ മതി. ഞാൻ നെക്കിൻ്റെ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കമൻസ് ആയിട്ട് പറയുന്നുണ്ടാവും ഇതിൻ്റെ ബോഡി പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നും കൂടി പറഞ്ഞു തരണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്തേ. ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നെക്സ്റ്റ് ഇതിൻ്റെ കോളർ കട്ടിങ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ 2 വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതല്ല നെക്കിൻ്റെ മാത്രം മതി എന്നുള്ളവർക്ക് അടുത്ത വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അതാണ് കേട്ടോ ഞാൻ എപ്പോഴും 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ബിഗിനേഴ്സിനെയും കൂടിയും കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.